ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് മാരി ബിസ്ക്കറ്റാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാരി ബിസ്ക്കറ്റിൻ്റെ അതേ ടേസ്റ്റിന് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സോസ് പാൻ എടുക്കുക. ആ ഒരു സോസ് പാനിലേക്ക് നമുക്കൊരു 30 ml പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയും പാലും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അങ്ങനെ നമ്മൾ പാലും പഞ്ചസാരയും കൂടി ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാലൊക്കെ തിളച്ച് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. അങ്ങനെ ഇവിടെ പാലും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സായി പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിയുമ്പോഴേക്കും പാല് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങും. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് 250 ml ആണ്. ആ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അൺസാൾട്ടഡ് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ആ ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ പാലിൻ്റെ മിക്സിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. ഇനി ആ ബട്ടറും മൈദയും എല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ മിക്സ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ മൈദയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുഴച്ച് ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ഡോ ഞാനിവിടെ ഒരു 2 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് നമുക്ക് കുറച്ച് മൈദയൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ചപ്പാത്തിക്കോല് വെച്ചിട്ട് നന്നായിട്ട് കനം കുറച്ച് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുക്കി കട്ടർ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതിപ്പോൾ ഞാൻ ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ബിസ്ക്കറ്റിന് ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാവരുടെ അടുത്തൊന്നും ഇല്ലല്ലോ, അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ആ ഒരു വലുപ്പത്തിലുള്ള പാത്രങ്ങളുടെ അടപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഒക്കെ പരത്തിയെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എടുത്തതിന് ശേഷം നമുക്ക് ബിസ്ക്കറ്റിൽ ഇതുപോലെ കുത്തി കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബിസ്ക്കറ്റിൽ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ, അതുപോലെ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു എല്ലാ ബിസ്ക്കറ്റിലും നമുക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം. ബിസ്ക്കറ്റൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. എനിക്ക് ഒരു തവണയും കൂടെ ബേക്ക് ചെയ്യാനുള്ള ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ടോട്ടൽ നമുക്ക് 1/4 കപ്പ് മൈദ വെച്ചിട്ട് 26 ബിസ്ക്കറ്റാണ് കിട്ടുന്നത്. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു സൈഡ് 10 മിനിറ്റും മറു സൈഡ് 10 മിനിറ്റുമാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ 20 മിനിറ്റാണ്. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും.
ഈ ഒരു കേക്ക് ഓവനിൽ മാത്രമല്ല കേട്ടോ, ഓവൻ ഇല്ലാത്തവർക്കും റെഡിയാക്കി എടുക്കാം. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിനടിയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇഡ്ഡലി തട്ടിലോ അതുപോലെ ഫ്രൈ പാനിലോ കുക്കറിലോ ഒക്കെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാരി ബിസ്ക്കറ്റ് ഇവിടെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല കളർ കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.